ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ സൈനയുടെയാണ്. സൈന 1 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. പിന്നെ അതിനിടയ്ക്കൊന്ന് റൂട്ട് ടച്ച് ചെയ്തിരുന്നു. ഇപ്പം 1 വർഷത്തിന് ശേഷം വീണ്ടും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട്, ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് ഹെയർ തീരെ തിന്നായിട്ടുള്ള ഹെയർ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചാണ് ആ ഹെയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അത് കിളിർത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഹെയറായിട്ട് തന്നെ കിട്ടും, കാരണം ഡാമേജ് ആയതുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട്. മൂന്നാമത്തെ ഹെയർ ഒരുപാട് കേൾസും ഇല്ല, എന്നാൽ ചെറിയ വേവി ആയിട്ടുള്ള ഹെയറാണ്. അതും കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഴിച്ചിട്ടോൺ അടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഹെയർ. നമ്മുടെ സൈനയുടെ ഹെയർ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലാണ് സൈന വന്ന് ചെയ്തിരുന്നത്. അപ്പോൾ സൈനയുടെ ഹെയർ അന്ന് നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയറും കെട്ടിവെക്കാനൊന്നും പറ്റത്തില്ല. നെറ്റിയുടെ ആ ഭാഗത്ത് കുറേ ബേബി ഹെയർ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ആ ബേബി ഹെയർ വരുന്നില്ല. വരുന്ന ഹെയർ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയറായിട്ട് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈന തന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഹെയർ. അങ്ങനെ അതുകൊണ്ട് ആ ഏറ്റവും താഴത്തെ കുറേ കേൾസ് അങ്ങ് പോയതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ വേവിയായിട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, കാരണം നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലെങ്ത് കളയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം ആകുമ്പം വീണ്ടും കെരാറ്റിനും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. അന്ന് കെരാറ്റിൻ ചെയ്തുകൊണ്ടായി ഹെയർ പൊട്ടിപ്പോകാതെ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടിയത്. പൊട്ടിപ്പോകാതെ നല്ല ആ മുകളിൽ നിന്നുള്ള ഹെയർ താഴെ വരെ ഒരേ രീതിയിൽ തന്നെ കിടക്കുന്നത്. ഇത് രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും ആണ്. നേരത്തെ സ്മൂത്തനിങ് ചെയ്ത ഹെയറാണ് താഴോട്ട് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയുള്ള ഹെയറാണ് നമുക്ക് കിട്ടിയത്. നല്ല ഫ്രിസി ആയിട്ടും നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ് ഇത്. അപ്പോൾ ഈ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആകുമ്പം നമുക്ക് അത് അയൺ കൊടുത്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് അയൺ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു നല്ല സ്ട്രക്ചറിൽ കിട്ടത്തുള്ളൂ ഹെയർ, കാരണം നല്ല ഫ്രിസി ഡ്രൈനെസ്സും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ഹെയറാണ്. നന്നായിട്ട് കിട്ടിയ ഹെയർ, കാരണം നന്നായിട്ട് അയൺ കൊടുത്ത് എടുക്കണം. അല്ലെങ്കിൽ ഒരുമാതിരി ഇത്രയും കേൾസ് ഉള്ളത് ഒരു ഫ്രിസി ഹെയർ പോലിരിക്കും, നമ്മൾ വോളിമൈസിങ് ചെയ്ത ഹെയർ പോലിരിക്കും, നന്നായിട്ട് അയൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കെരാറ്റിനും കൂടെ ചെയ്തതുകൊണ്ടായി ഹെയർ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നത്. ഇത് മൂന്നാമത്തെ ഹെയർ തീരെ തിന്നായിട്ടുള്ള സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണാം, അങ്ങനെയുള്ളൊരു ടൈപ്പ് ഹെയറാണ്. എന്നാൽ ഒരുപാട് കേൾസും ഇല്ല ഹെയറിന്. അപ്പം ഫേസിന് ചേരുന്ന രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന വോളിയം കൂടുതൽ തോന്നിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഷോർട്ടാക്കി നല്ല വോളിയം തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. സ്കാൽപ്പൊന്നും തെളിഞ്ഞ് കാണുന്നില്ല. അപ്പം ക്രൗൺ ഏരിയ കുറച്ചൊന്ന് ഷോർട്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ഇത് സ്കാൽപ്പിലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയറെല്ലാം പെട്ടെന്ന് കിളിർത്ത് വരും. 6 മാസം ആകുമ്പോഴത്തേക്ക് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. അന്നേരം ആ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും പിന്നെ കിട്ടുന്നത്. അതുപോലെ ക്രൗൺ ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്